ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ജനിക്കുന്നത്. വഫാത്തായ റസൂലുള്ളാഹിനെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ വിളിക്കുകയാണ്, നേതാക്കളുടെ നേതാവേ, അങ്ങയുടെ പൊരുത്തം എനിക്ക് വേണം റസൂലേ. വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അവരവരുടെ ഇഷ്ടം പോലെ ഖുർആനിന് അർത്ഥം നൽകുന്നവർ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കാത്തവർ, ബാഹ്യർത്ഥങ്ങളിൽ നിന്ന് കണ്ടുപൊട്ടൻ ആനയെ കാണാൻ പോയതുപോലെ അവര് തെറിയതുപോലെ പലതിൽ നിന്നും പലതും മനസ്സിലാക്കിയവർ, കണ്ണു കാണാത്തവൻ ആനയെ കാണാൻ പോയി ആനയെ വാലിന്റെ ഭാഗത്ത് ഇങ്ങനെ തപ്പിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആന ഒരു ചൂല് പോലെയാണെന്ന്. വേറെ ഒരു കണ്ണുപൊട്ടൻ, അവൻ ആനയെ കാണാൻ പോയി അവൻ ആനയുടെ കാലാണ് കണ്ടെത്തിയത്, ആന ഒരു ഉരല് പോലെയാണെന്ന് അവൻ പറഞ്ഞത്. വേറെ ഒരാള് ആനയുടെ ചെവിയാണ് കണ്ടെത്തിയത്, ആന ഒരു മുറം പോലെയാണെന്നാണ് അവൻ പറഞ്ഞത്. വേറെ ഒരാള് ആനയുടെ തുമ്പിരിക്കൈ കണ്ടു, ആന ഒരു ഉലക്ക പോലെയാണെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഖുർആൻ എന്താണ് സുന്നത്ത് എന്താണെന്ന് പഠിക്കാത്തവൻ അവൻ ഉദ്ദേശിച്ച തോന്നിവാസങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞ് ജൽപ്പിക്കുന്നവൻ മഹാനായ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, മഹാനായ റസൂലുള്ളാഹിന്റെ സഹായം ചോദിക്കാൻ പാടില്ല, മരണപ്പെട്ടു പോയവരോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ. റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ഹദീസ് പഠിക്കട്ടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, അഊസു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. അഊദു ബില്ലാഹി, അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയാൻ പഠിപ്പിച്ച അതേ റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അഊദു ബികലിമാതില്ലാഹ്, അല്ലാഹുവിന്റെ മഹാന്മാരോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിനോടല്ല, അല്ലാഹുവിന്റെ മഹാന്മാരോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു മുഅ്ജിസത്തിലൂടെ കറാമത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ അവർക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് ചോദിക്കാമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ മഹത്തുക്കളോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് കൊണ്ട് തന്നെ 10 ലക്ഷം ഹദീസ് മനഃപാഠമുള്ള ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ആ റസൂലുള്ളാഹിനെ നേരിട്ട് വിളിക്കുന്നതല്ലോ, യസീദ സാദാത്ത് ജിതുക ഖാസിദ അർജു ലക വഹതമി ബിഹിമാക. ഓ റസൂലേ, അങ്ങയുടെ പൊരുത്തം എനിക്ക് വേണം, അങ്ങനെ കാക്കുകയും വേണം, അങ്ങനെക്ക് കാവലേകണം റസൂലേ. ബദരീങ്ങളെ കാക്കണേ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ